Hi friends, welcome to my YouTube channel H Media. 3D Max Beginner to Advanced Tutorials in the 16th lesson. This lesson is final render setup set cheyyamennnum post production vendi render setup il elements engane add cheyyamennnum namukku kaanam. Render setup open cheyyukayanu. Adivai namukku render setup il output size set cheyyam. Final rendering nu vendi output size il HDTV select cheyyunnu. Ivide width il 3000 aanu select cheyyunnathu. ഇതുപോലെ നമുക്ക് ഹൈറ്റിലും വാല്യൂ സെറ്റ് ആയതായി കാണാൻ സാധിക്കും. അടുത്തതായി നമുക്ക് വീറെ എന്ന ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്യാം. ഇതിൽ നമുക്ക് ഗ്ലോബൽ സ്വിച്ചസിൽ ലൈറ്റ് ബാലൻസിംഗ് ചെയ്യാനായി നമ്മൾ കൊടുത്തിരുന്ന ഈ ഓവർറൈഡ് മെറ്റീരിയൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഇമേജ് സാമ്പിളറിൽ സബ് ഡിവിഷൻ 40 ആണ് സെറ്റ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ഗ്ലോബൽ ഇലുമിനേഷൻ സെലക്ട് ചെയ്യാം. ഗ്ലോബൽ ഇലുമിനേഷനിൽ ഇറേഡിയൻസ് മാപ്പ് കറന്റ് പ്രിസെറ്റിൽ നമ്മൾ ഹൈ ആണ് സെറ്റ് ചെയ്യുന്നത്. സബ് ഡിവിഷൻ ഞാനൊരു 70 ആണ് സെറ്റ് ചെയ്യുന്നത്. സാമ്പിൾസ് 50 സെറ്റ് ചെയ്യാം. അതിനുശേഷം ലൈറ്റ് കാഷിൽ നമുക്ക് സബ് ഡിവിഷൻ 1500 സെറ്റ് ചെയ്യാം. അടുത്തതായി റെൻഡറിങ് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തുകൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിനായി നമുക്കിതിൽ റെൻഡർ എലമെന്റ്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു റെൻഡർ എലമെന്റ്സ് എന്ന ഈ ഒരു ടാബിൽ ഈ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റെൻഡർ എലമെന്റ്സിന്റെ ഈ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഞാൻ ആദ്യമായി സെലക്ട് ചെയ്യുന്നത് ഡിനോയ്സർ ആണ്. ഈ ഒരു ഡിനോയ്സർ ഇതിൽ സെലക്ട് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യാണ്. അടുത്തായി ഞാൻ ഈ ഒരു വീറെ റിഫ്ലക്ഷൻ ആണ് സെലക്ട് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യുന്നത്. ഈ ഒരു റിഫ്ലക്ഷൻ എലമെന്റ് ആഡ് ആയതിനു ശേഷം നമുക്കിതിൻ്റെ പാരാമീറ്ററിൽ ഡിനോയ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാം. അടുത്തായി ആംബിയന്റ് ഒക്ലൂഷൻ മാപ്പ് സെറ്റ് ചെയ്യുന്നതിനായി നമുക്കിവിടെ വീറെ എക്സ്ട്രാ ടെക്സ്റ്റ് എന്ന ഈ ഒരു എലമെന്റ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ പാരാമീറ്റർ എടുത്ത് വീറെ ഡെപ്ത് മാപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ആംബിയന്റ് ഒക്ലൂഷൻ മാപ്പ് എന്ന് പേര് കൊടുക്കുകയാണ്. അടുത്തായി ഇവിടെ ഡിഫ്യൂസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ മാപ്പ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഈ ഒരു വീറെ എന്ന ഈ ഒരു ടാബിൽ നിന്ന് നമുക്ക് വീറെ ഡെപ്ത് മാപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു വീറെ ഡെപ്ത് മാപ്പ് ഇതിൽ ആഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റേഡിയസ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ 30 ആണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഡെപ്ത് മാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഈ ഒരു ഡെപ്ത് മാപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു എലമെന്റിന്റെ പാരാമീറ്ററിൽ ഇൻസ്റ്റൻസ് ആക്കിക്കൊണ്ട് ആഡ് ചെയ്യാം. ഇങ്ങനെ ഡെപ്ത് മാപ്പ് ആഡ് ചെയ്തുകൊണ്ട് റെൻഡറിങ്ങിൽ ആംബിയന്റ് ഒക്ലൂഷൻ മാപ്പായി ഒരു പാസ് ലഭിക്കുകയും ആ പാസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ വഴി ഈ ഒരു സീനിലെ മാക്സിമം ഷെയ്ഡിംഗ് ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് റെൻഡർ ഐ ഡി എന്ന എലമെന്റ് ആണ്. റെൻഡർ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഈ ഒരു എലമെന്റ് ആഡ് ചെയ്യുന്നതിലൂടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഈസിയായി നമുക്ക് ഓരോ ഏരിയ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി ഇതിലേക്ക് ലൈറ്റ് സെലക്ട് എന്ന റെൻഡർ എലമെന്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു എലമെന്റ് ആഡ് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ പാരാമീറ്ററിൽ നമ്മൾ സീനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീറെ ലൈറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് ഈ ഒരു ലൈറ്റ്സിൻ്റെ ഒരു റെൻഡറിങ് പാസ് ലഭിക്കുകയും ആ ഒരു പാസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ലൈറ്റിംഗ് ഫോട്ടോഷോപ്പിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ആഡ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു സ്പോട്ട് ലൈറ്റ്സ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് ഡിനോയ്സ് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് നോയ്സ് കുറവുള്ള പാസസായി ലഭിക്കുന്നതാണ്. ഇത്രയും എലമെന്റ്സ് ആണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു റെൻഡറിങ് പാസസ് റെൻഡറിങ് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കായി സേവ് ചെയ്യുന്നതിനായി നമുക്ക് വീറെ എന്ന ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഫ്രെയിം ബഫർ എന്ന ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്യാം. ഇതിൽ നമുക്ക് സെപ്പറേറ്റ് റെൻഡർ ചാനൽസ് എന്ന ഈ ഒരു ടിക്ക് ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിത് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷൻ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫയൽ നെയിം സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സേവസ് ടൈപ്പിൽ JPG എന്ന ഈ ഒരു ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഈ ഒരു ഇമേജ് കൺട്രോളർ ഓപ്പൺ ആവുന്നതാണ്. ലാർജ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. എവിടെയാണ് ഈ ഒരു റെൻഡർ സേവ് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് റെൻഡർ ചെയ്യാവുന്നതാണ്.
ഇത്രയാണ് ഞാൻ ഈ ഒരു ലെസണിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത ലെസണിൽ നമുക്ക് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.